എനിക്ക് റീസെന്റ് ഉണ്ടായിട്ടുള്ള ഒരു പ്രേതാനുഭവ കഥ പറയാൻ വന്നാട്ടോ ഞാൻ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ വിയറ്റ്നാം ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കൊച്ചി എയർപോർട്ടിൽ രാത്രി നിൽക്കുക ഞാൻ. അപ്പം ഞാൻ പൊതുവേ കൊച്ചിയിലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആഷ്നയുടെ ഫ്ലാറ്റിലാണ് നിൽക്കാറ്. അവളുടെ ഫ്ലാറ്റ് എടപ്പള്ളിയിലാണ്. പക്ഷേ എനിക്ക് ട്രെയിൻ ഉള്ളത് ആലുവയിൽ നിന്നായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആലുവയിൽ എവിടെയെങ്കിലും റൂം എടുക്കാം, അതാകുമ്പോൾ രാവിലെ ട്രെയിൻ കയറി എനിക്ക് പോവാലോ. അങ്ങനെ ഞാനിങ്ങനെ റൂം എടുക്കാൻ വേണ്ടി ആലോചിച്ച സമയത്താണ് എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട് ആലുവയിൽ. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് പറയും ഷൂട്ടിനോ കാര്യത്തിനോ വരികയാണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ നിൽക്കണം, എന്നെ വിളിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവനെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അവനിക്ക് വിളിച്ച സമയത്ത് ആ കൊച്ചുഫുണ്ട ഫ്ലാറ്റിലില്ലായിരുന്നു, നാട്ടിലില്ല. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു, എടാ ഞാൻ പുറത്താണ്, നീ വേണമെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലോട്ട് പൊക്കോ, അവിടെ എൻ്റെ അനിയനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പം എനിക്കൊരു ചമ്മൽ, കാരണം അനിയനെ ഞാൻ അത്ര പരിചയമില്ല. അങ്ങനെ ഞാൻ ഊബർ എടുത്തിട്ട് അവൻ്റെ ഫ്ലാറ്റിലോട്ട് പോയി, കാരണം എനിക്ക് എങ്ങനെയും ആ രാത്രി അവിടെ കഴിയണം, പിറ്റേന്ന് രാവിലെയാണ് ട്രെയിൻ. 2 BHK ആണ് ഫ്ലാറ്റ്. ഒരു റൂമിൽ അവൻ്റെ അനിയനും അപ്പുറത്തെ റൂമിൽ ഞാനും ഉണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ അനിയനോട് വന്നിട്ട് പറഞ്ഞു, ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. രാത്രി ഹാളിൽ നിന്ന് ചില സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്, ഡോറ് മുട്ടുന്ന പോലെയൊക്കെ സൗണ്ട് കേൾക്കാറുണ്ട്, അതുകൊണ്ട് ഡോറൊന്നും ഒരിക്കലും തുറക്കാതെ ഡോറ് ലോക്ക് ചെയ്ത് കടന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലായി. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ടെക്സ്റ്റ് ചെയ്ത സമയത്തും എന്നോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, അങ്ങനെ കുറച്ച് സൗണ്ട് ഫ്ലാറ്റിൽ കേൾക്കാറുണ്ട്. ഈ പാതിരാത്രിയൊക്കെ ആകുമ്പോൾ മേശ വലിക്കുക, കസാര മറിയുന്ന സൗണ്ട്, ഡോറ് മുട്ടുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുവരെ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കടന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി, മൈൻഡ് മൊത്തം ഡിസ്റ്റർബ്ഡായി. ഞാൻ എങ്ങനെ ഉറങ്ങും എന്നുള്ളൊരു സാധനമായി. ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കടന്നേ. എന്നിട്ടും ഞാൻ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു സാധനം മനസ്സിൽ നിന്ന് പോണില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ കണ്ണടച്ച്, ലൈറ്റ് ഞാൻ ഓഫ് ആക്കിയിട്ടില്ല, ലൈറ്റ് ഇട്ടിട്ട് തന്നെ ഞാൻ കടന്ന് എങ്ങനെയൊക്കെ കണ്ണടച്ച് അങ്ങനെ കടന്നുറങ്ങി. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുറങ്ങി ഞാൻ പെട്ടെന്ന് ഇതേപോലെ എന്തോ ഒരു ഇതിന് ഞാൻ എണീറ്റ് ഞാനിങ്ങനെ എണീറ്റപ്പോഴും എൻ്റെ മൈൻഡിൽ ഈ ഒരു സാധനം ഉണ്ട്. പെട്ടെന്ന് ഈ മേശന്റെ മേലെ കയറിയിട്ട് ഒരാൾ ചാടൂലേ, അതായത് ടേബിളിന്റെ മേലെ കയറിയിട്ട് താഴത്തേക്ക് ചാടുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് ഞാൻ കറക്റ്റ് ഇങ്ങോട്ട് കേട്ട് എൻ്റെ ഹാർട്ടൊക്കെ അടിക്കാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെയായി, ഞാൻ പേടിച്ച് വറച്ചിങ്ങനെ കിടക്കുക. ആ ടൈമില് ശരിക്കും ഒരു ചെറിയൊരു കുട്ടി പറയുന്ന സൗണ്ട് ഞാൻ കേട്ട് ഹാളിൽ നിന്ന്. അപ്പൊ ഞാൻ അനിയനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നേ ഇല്ല. എനിക്ക് അവൻ്റെ ഫോൺ റിങ്ങിന്ന് അടക്കം കേൾക്കുന്നുണ്ട്, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് ആകെ പേടി. ഞാൻ ഈ ഫ്രണ്ടിനെ ഒന്നുകൂടെ വിളിച്ചു, ഓനും ഫോൺ എടുക്കുന്നില്ല. എന്തൊക്കെയോ കാട്ടി ഞാൻ ഇന്നെ തന്നെ സമാധാനിപ്പിച്ച് ഞാൻ അങ്ങനെ കടന്ന്. എന്നിട്ട് പക്ഷേ എനിക്ക് എന്തോ ഒരു ധൈര്യം, എനിക്കിങ്ങനെ ആ കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നോക്കണം, അവിടെ എന്താ സംഭവിക്കണേ നോക്കണം എന്നുള്ള ഒരു ത്വര എനിക്കിങ്ങനെ വന്ന്. എന്നാൽ എനിക്ക് അത്ര ധൈര്യമല്ല, എനിക്ക് ഭയങ്കര പേടിയാണേനും. പക്ഷേ എന്തൊക്കെയതായിട്ട് ഞാൻ കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച, ഹാളിലെ സോഫ അല്ലേ, ആ സോഫമ്മ ഒരു പോസ്റ്റർ, അതായത് ഞങ്ങളുടെ മഹാരാജ ഹോസ്റ്റൽ സിനിമയുടെ പോസ്റ്റർ ആയിരുന്നു അത്. ഞങ്ങളുടെ സിനിമ റിലീസാവാൻ പോവാണ്, ഹൊറർ കോമഡിയാണ്, ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു ഹൊറർ സ്റ്റോറിയാണത്. അപ്പോൾ നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് തെറി പറയരുത്. ഞാൻ മുന്നേ പറഞ്ഞ കഥ കുറച്ച് നടന്നതാണ്, ബാക്കി കുറച്ച് ഞാൻ മസാല ചേർത്തതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.